കുഞ്ഞുങ്ങളുടെ വാർഡ് കണ്ടു നിൽക്കാൻ പറ്റില്ല. മുടി കൊഴിഞ്ഞ, കഴുത്തു പഴുത്ത, വയറു പുഴുത്ത എത്ര മക്കൾ അങ്ങനെ കിടക്കുന്നുണ്ട്. മരുന്നിന് താങ്ങാൻ പറ്റാത്ത, മരുന്നിനെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. അതുകൊണ്ട് പണം കൊണ്ട് തിന്നുമ്പോൾ കുറച്ചൊക്കെ ഇത് നമ്മുടെ ശരീരമാണ് എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ആഹാരം ശരിക്കും കഴിക്കണം, പക്ഷെ കഴിക്കുന്നതിന് സമയമുണ്ട്. അതിനൊരു പരിധിയും നമ്മൾ നിശ്ചയിക്കണം. നമ്മുടെ ശരീരം, നമ്മുടെ അവസ്ഥ ആലോചിച്ച് വേണം കഴിക്കാൻ. ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ എന്താണോ ശരീരം ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാതിരിക്കുക. ഒന്ന് നോമ്പ് പിടിച്ചു നോക്ക്. എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ വാരി വലിച്ച് കഴിക്കരുത്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. സുബഹിന്റെ അത്താഴത്തിന്റെ സമയത്തൊക്കെ മുഅദ്ദിൻ സാഹിബ് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ വരും. ആ ശബ്ദത്തിലാണ് വരുന്നത്. അപ്പൊ ഈ സായിദി ഉസ്താദ് പറഞ്ഞ അയാൾ ഇതാ പറഞ്ഞുകൊണ്ട് വലിച്ചു കയറ്റിട്ട് ഇവിടെ കേൾക്കും സാധനം. കാരണം എന്താണ്, അങ്ങനെ ഇത് തിന്നാൻ വേണ്ടിയുള്ള മാസം പോലെ. മറ്റ് എൻ്റെ സ്നേഹസാഗരത്തിലെ രാജുവേട്ടനുണ്ട്, മാനേജർ. 30 നോമ്പും പിടിക്കും. അദ്ദേഹം മുസ്ലിങ്ങളുടെ ആർത്തി കാണുമ്പോൾ എന്നോട് ചോദിക്കുക, എന്തിനാ ഉസ്താദ് എങ്ങനെ ഇത്രയും ആർത്തി എന്തിനാണ്? നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഒരു കാരക്കെടുത്ത് കഴിക്കുക, അതിനിങ്ങനെ കമഴ്ന്ന് കിടന്ന് ബഹളം വെച്ചെടുത്ത് മലത്തി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വൃത്തിയായിട്ട് റമളാനിനെ ബഹുമാനിച്ച് ആദരിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കരയേണ്ടി വരും. അപ്പൊ ഒന്നാമത്തത് ശരീരം തെറ്റിലേക്ക് പോകുമ്പോ പിടിച്ചു നിർത്തിയാൽ അവൻ അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കും. മരിക്കുമ്പോ അവന്റെ ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ വിരിപ്പ് അല്ലാഹു വിരിച്ചു കൊടുക്കുന്നതാണ്. രണ്ടാമത്തത് യർളാ ബിൽ യസീരി ബിദ്ദുനിയാ, ദുനിയാവിൽ അല്ലാഹു തന്ന കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇതൊക്കെ പഠിക്കണേ. പറഞ്ഞ് വിഷയം പൂർത്തീകരിച്ചിട്ട് ഞാൻ പിരിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയാ. ദുനിയാവിൽ അല്ലാഹു തന്നതിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. ദുനിയാവിൽ അല്ലാഹു എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർ ജനിച്ചപ്പോ തന്നെ കോടിപതികളാണ്, ചിലർ ജനിച്ചപ്പോ തന്നെ ശരീരം നിറച്ച് സ്വർണ്ണാഭരണമാണ്, ചിലര് ജനിക്കുമ്പോ തന്നെ വാടക വീട്ടിലാണ്, ചിലര് ജനിക്കുന്നത് തന്നെ പട്ടിണിക്കയത്തിലാണ്, ചിലര് 30, 40, 45, 60 വയസ്സായിട്ട് പോലും സ്വന്തമായിട്ടൊരു കിടക്കാടമില്ലാത്തവരാണ്. ദുനിയാവ് പലർക്കും പലതരത്തിലാണ് അല്ലാഹു വിധിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ അല്ലാഹു തന്നതിനെ പൊരുത്തപ്പെടാനുള്ള മനസ്സ് കാണിക്കണം. അല്ലാതെ അവനത് കിട്ടിയല്ലോ, എന്റെ കൂടെ പഠിച്ചവനാണ് യവനത് കിട്ടിയല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. എനിക്കിതാണ് അൽഹംദുലില്ലാഹ്, എനിക്കിതാണ് അൽഹംദുലില്ലാഹ്. പൊരുത്തപ്പെട്ടാൽ അല്ലാഹു തആല അതിൽ തരുന്ന ബറക്കത്തുണ്ടല്ലോ, എത്ര ഭംഗിയാണെന്നറിയോ. നിങ്ങൾ പൊരുത്തപ്പെട്ട് നോക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു വിരിപ്പിൽ കിടന്നിട്ടില്ല, ഒരു വിരിപ്പിൽ കിടന്നിട്ടില്ല. പുന്നാരപ്പൂ റസൂലിൻ കരളല്ലോ ഫാത്തിമ, പൊന്നാലെ തീർത്ത ചരിത കടലല്ലോ ഫാത്തിമ, കടലല്ലോ ഫാത്തിമ. കണ്ണീര് നീന്തിയാലും കരളല്ലോ ഫാത്തിമ, അല്ലാന്റെ സ്വർഗലോകം വിളിയല്ലേ ഫാത്തിമ, വിളിയല്ലേ ഫാത്തിമ. മണ്ണിൽ കിടന്നവർ ഉറങ്ങിയില്ലേ, മുന്നിൽ മണിമക്കൾ കരഞ്ഞില്ലേ. ആരെന്തും ഹദിയ കൊടുത്താൽ അമ്പിയരാജന് നൽകൂലേ. എന്ത് കിട്ടിയാലും ആരംഭപ്പൂവിന്റെ അടിയിലേക്ക് ഓടിക്കൊണ്ട് ചെല്ലും. മണ്ണിലാണ് കിടന്നത്. നമുക്ക് മണ്ണിൽ കിടക്കാനല്ലേ പറയുന്നത്, പക്ഷെ നമ്മൾ കിടക്കുമ്പോൾ ആ ഓർമ്മ വേണം. നമുക്ക് എത്ര മെത്തയിൽ കിടന്നാലും, ഇപ്പൊ നമ്മളെല്ലാവരും മുട്ടയും കോഴിമുട്ടയും കാടമുട്ടയും ഇട്ടാൽ പൊട്ടാത്ത മെത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കിടക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, അല്ലാഹു തന്നത് കൂടുതലാണ്. നമുക്ക് എന്തെങ്കിലും കുറവ് അല്ലാഹു തന്നിട്ടുണ്ടോ? ഒക്കെ കൂടുതലല്ലേ. നമ്മുടെ വീട് നിങ്ങൾ ആലോചിച്ചു, എത്ര രസമാണ് നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ.